നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ ഷെയർ എനിക്ക് ഉടനെ കിട്ടണം. ഈ വ്യവസായം കൊള്ളാലോ. അതിന് മുക്കുപൂശിയ വാടിന് എന്ത് മാങ്ങാത്തൊലി കിട്ടാനാ? ഈ അവസ്ഥയിൽ ഇവിടെ വാണ് ഞാൻ എവിടെ ഒളിപ്പിക്കും? ഇതൊന്ന് പുറത്ത് കടത്തണമല്ലോ. എത്രയും പെട്ടെന്ന് ഇത് വിൽക്കണം. എന്നാലേ രാമേട്ടന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വർണവും രത്നങ്ങളും ഇതില്. ഇത് വാങ്ങാൻ ഒരാള് വേണമല്ലോ. എന്തു ചെയ്യും? നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് അവിടെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഞാൻ എന്താ അത്ര പൊട്ടിയാണോ? മറ്റാരും കേൾക്കാതെ നിന്നോട് സംസാരിക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. നിങ്ങൾക്ക് എന്താ സംസാരിക്കാനുള്ളത് കുഞ്ഞമ്മായി? ഞാൻ നിന്റെ കുഞ്ഞമായൊന്നുമല്ല. നീ എന്റെ അവിഹിത നാത്തൂനാ. അത് ശരി. അപ്പോ നാത്തോനും തമ്മിലുള്ള ഏർപ്പാടല്ലേ? എന്നാ പറയ്, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അവിഹിത നാത്തൂനെ? കാര്യം നിനക്കറിയാലോ. എന്റെയും കൂടെ സഹായത്തോടെയാ നീ ആ ഉടവാൾ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയത്. അപ്പൊ അങ്ങനെ ഒരു അന്തർനാടകം ഇതിനകത്ത് നടന്നുവല്ലേ? അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. എന്റെ ഭാഗ്യം. അതിന് നമ്മൾ തമ്മിൽ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. 3 ഷെയർ ചെയ്യണമെന്ന്. അതിലൊരു ഷെയർ എനിക്കൊന്ന്. എന്താ മറന്നുപോയോ? നീ ആ വാളെടുക്കുന്നതില് എനിക്ക് യാതൊരു വിരോധവും ഇല്ല. പക്ഷേ അതിന് എനിക്ക് അർഹമായിട്ടുള്ള ഷെയർ എനിക്ക് കിട്ടണം. കുഞ്ഞമ്മായിക്കുള്ള ഷെയർ ഞാനും വൈശാഖം കൂടി തരും. വാള് വിൽക്കുന്ന എമൗണ്ട് 3 ഷെയർ ചെയ്യും. അതിലൊരു ഷെയർ കുഞ്ഞമ്മായിക്ക് തരും. തരണം. കൈ ഇങ്ങോട്ട് നീട്ട. 1/3 ഷെയർ അമ്മായിക്ക് തന്നിരിക്കും. സത്യം സത്യം സത്യം. അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഓർത്താ പോരാ. നീയും എന്റെ ആങ്ങളെയും വടി വെക്കുന്നിടത്ത് കൂടെ വെക്കുന്നവരാ. ഫ്രോഡ് പണികൾ കണ്ടുപിടിച്ചവരാ. അതുകൊണ്ട് എന്റെ ഷെയർ എനിക്ക് ഉടനെ കിട്ടണം. ഈ വ്യവസായം കൊള്ളാലോ. അതിന് മുക്കുപൂശിയ വാടിന് എന്ത് മാങ്ങാത്തൊലി കിട്ടാനാ? അതിന് ഷെയർ കിട്ടണമെന്ന് നിങ്ങൾ ഇങ്ങനെ വാശി പിടിച്ചാലേ ഞാൻ എവിടുന്ന് ഷെയർ തരാനാ? അപ്പോ ഷെയർ ഇല്ലേ? ഷെയർ തരണമെങ്കിലേ വാള് വിൽക്കണ്ടേ? ഇത് വിൽക്കുന്നതൊന്നും അത്ര ഈസി ആയ ഏർപ്പാടല്ല. എനിക്ക് അർഹതപ്പെട്ട ഷെയർ എനിക്ക് കിട്ടിയേ പറ്റൂ. നിങ്ങൾക്ക് ഷെയർ തരില്ലെന്ന് ഞാനോ വൈശാഖോ പറഞ്ഞില്ല. വാളൊന്ന് വിൽക്കട്ടെ. വിറ്റ് കഴിഞ്ഞ് കാശ് കൈ കിട്ടിയ ആ നിമിഷം വിളിച്ച് നിങ്ങളുടെ ഷെയർ തരും. ഉറപ്പാ. അത് മതി. എനിക്കെന്റെ കാശ് കിട്ടണം. അവസാനം ഗോവിന്ദാന്ന് പറയരുത്. അത്രേ ഉള്ളൂ. എന്നാ ഞാൻ വെക്കാം. ഓ ശരി.
ഇലനക്കി നായയുടെ കിറുനക്കി നായെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇവരതാ. ഒരല്പ ആശ്വാസം തോന്നുന്നുണ്ട്. എങ്ങാനും പിടി വീണാലും ഇവരെയല്ലേ പിടിക്കൂ. ആ, മയക്കത്തിലാണല്ലോ. അതെ ഡോക്ടർ. അമ്മയുടെ ECGയിൽ ഒരു വേരിയേഷൻസും ഇല്ല. ചെയ്ത ടെസ്റ്റിലൊന്നും ഒരു കുഴപ്പമില്ല. താങ്ക് യു ഡോക്ടർ. അമ്മ പെട്ടെന്ന് തലകറങ്ങി വീഴുമായിരുന്നോ? അതെ, അത് പക്ഷേ ടെൻഷനാകുന്ന ഒരു കാര്യം കേട്ടിട്ടാ. ആ, അത് തന്നെയാ കാര്യം. ചില മനസ്സുകൾക്ക് പെട്ടെന്ന് പലതും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അമ്മേ, 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 അമ്മേ. ഇപ്പോ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഡോക്ടർ. അമ്മ ഹാപ്പി അല്ലേ? ഒന്നുമില്ല കേട്ടോ. ഈ ട്രിപ്പ് ഇപ്പൊ തീരും. അപ്പൊ അമ്മയ്ക്ക് പോവാം. താങ്ക് യു ഡോക്ടർ. ഓക്കെ. കാർത്തി എവിടെയാ കൈമളേട്ടാ? കാർത്തിബോനെ ഒരു പോലീസുകാരൻ വിളിച്ചു. അവൻ അങ്ങോട്ട് പോയി. ഇപ്പൊ തന്നെ വരും. ബോഡി ആരാണ് സാർ ഏറ്റുവാങ്ങുന്നത്? ഞാനാ സർ. ഇവിടെ ഒരു സൈൻ ചെയ്യണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.